ഇടതുപക്ഷം ജയിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടാണ് വിദ്യാർത്ഥികൾ അങ്ങേ സ്വീകരിക്കുന്നത്. ഈ വലിയ സ്വീകരണത്തെ എങ്ങനെ കാണും? അല്ല, ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾക്കെല്ലാം വോട്ടുണ്ട്. പുതിയ തലമുറ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കണം. രാജ്യത്തിൻ്റെ ഇന്നത്തെ പൊതുവായ വിഷയം പുതിയ തലമുറ മനസ്സിലാക്കി അത് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കേണ്ട ഒരു കാലഘട്ടമാണിത് എന്നവരെ ബോധ്യപ്പെടുത്തുകയാണ്. അവർ യഥാർത്ഥത്തിൽ ആ ഒരു നിലവാരത്തിലേക്ക് അവർ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഒരു 6-7 ക്യാമ്പസുകൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ കാട്ടാക്കടയിൽ എത്തുന്നത്. കാട്ടാക്കടയിൽ അനുഭവവും അത് തന്നെയാണ്. അങ്ങയുടെ പ്രചരണം തന്നെ വളരെയധികം പുതുമയുള്ളതാണ്. ജോയ്ഫുൾ ക്യാമ്പസ് എന്നൊക്കെ പറഞ്ഞിട്ട് വിദ്യാർത്ഥികൾ തന്നെ അത് വലിയ തോതിൽ ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ പ്ലക്കാർഡുകൾ ഉൾപ്പെടെ വർണ്ണാഭമാണ്. അതെ, ഒരു വ്യത്യസ്ത രീതിയിൽ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു പ്രചരണ തന്ത്രമാണ് ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഓരോ സ്ഥലത്തും ഒരു പ്രത്യേകമായിട്ടുള്ള രീതി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ജോയ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഞങ്ങൾ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അത് വലിയ തോതിൽ വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുന്നുണ്ട് താനും. അത് തീർച്ചയായിട്ടും അവർക്ക് നല്ല ഒരു സന്തോഷം, ജോയ് തന്നെ ഹാപ്പിനെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷത്തിലാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എടുത്തു നോക്കിയാൽ പ്രചാരണത്തിൽ അങ്ങ് തന്നെ LDF തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത്. വലിയ ജയപ്രതീക്ഷയുണ്ടോ? ഞങ്ങളുടെ പ്രവർത്തകർ നന്നായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ നല്ല പ്രവർത്തനം നടത്തുന്നുണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ പറ്റും, വിജയിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ലോക്സഭയിൽ ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം ഉയരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അങ്ങനെയുള്ള സമയത്താണ് വലിയ തോതിൽ ഈ ക്യാമ്പസ് ഏറ്റെടുത്തിരിക്കുകയാണ് ജോയിയെ, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ. എങ്ങനെ കാണും? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സഖാവ് ജോയ് ഇവിടെ ജയിക്കേണ്ടതിൻ്റെ ആവശ്യകത നേരത്തെ തന്നെ സൂചിപ്പിച്ചു. നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ വികസനം എന്നത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന MP ആയി ഇവിടെ നിന്ന് മത്സരം ജയിച്ചു പോയ ആൾ യാതൊരു പ്രവർത്തനവും സംഘടിപ്പിച്ചിട്ടില്ല. വികസനം എന്ന് പറയുന്നത് ഒരു മേഖലയിലും എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. മതനിരപേക്ഷത ഇന്ത്യയിലാകെ പടർന്നു വരുന്നതിന് സഹായകരമായി മാറുന്നതിന് കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം കൂടുതൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മറ്റ് സാഹചര്യങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന അക്രമപ്രവർത്തനങ്ങൾ, വർഗീയത, അപകടകരമായ ഉയർന്നു വരുന്ന മറ്റു പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുമേഖലാ സമ്പത്ത്, നാളത്തെ തലമുറയ്ക്ക് ആവശ്യമായ സമ്പത്ത്, അതിനെ വിൽക്കുന്ന പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ കാലയളവിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അതുൾപ്പെടെ ചെറുക്കാനും അതിനെ തടയാനും ഫലപ്രദമായി ഇടപെടാനും കഴിയണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം അനിവാര്യമാണ് എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥി മദ്യവും പണവും അടക്കം ഈ ഊരുകളിലടക്കം ഒഴുക്കിയിട്ട് വലിയ സ്വാധീനം നേടി എന്ന തരത്തിൽ അതിനുള്ളൊരു താക്കീത് കൂടി LDF സ്ഥാനാർത്ഥി V. ജോയ് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അത് മാധ്യമങ്ങളിലുൾപ്പെടെ വലിയ ചർച്ചയുമായി. ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തെ പോലെ ഇപ്രാവശ്യവും ഊരുകളിലും മറ്റ് കേന്ദ്രങ്ങളിലൊക്കെ ഇപ്രാവശ്യവും മദ്യം ഒഴുക്കേണ്ട പടി ഇപ്പോഴും തുടർന്നു വരികയാണ്. അതിനെ ചെറുക്കാൻ യൂത്ത് എന്നതിലും വിദ്യാർത്ഥികൾ എന്നതിലും ഞങ്ങൾ കൂടെ ഉണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. എല്ലാ വിദ്യാർത്ഥികളും കൂടെ ഉണ്ട്. ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ സാറിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. നമ്മൾ ഏറ്റെടുക്കും, വിജയിപ്പിക്കും. ഈ വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ V. ജോയ് ജയിക്കുന്ന കാര്യം ഒരു സംശയമില്ലാതെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ V. ജോയ് ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ വരുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്കാകെ തന്നെ വലിയ, കാരണം SFI സംഘടനാ രംഗത്തുകൂടെ വിദ്യാർത്ഥികളാകെ തന്നെ സ്വാധീനിച്ച് അവർക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ പൾസ് കൃത്യമായി അറിയാവുന്ന ഒരു ആളാണ് V. ജോയ്. അപ്പോൾ കഴിഞ്ഞ തവണ ജയിച്ചു പോയ അടൂർ പ്രകാശ് എന്ന് പറയുന്ന ആളെ നമ്മൾ വിജയിച്ച് വന്നതിന് ശേഷം പിന്നെ ഈ പ്രദേശത്ത് ആരും തന്നെ കണ്ടിട്ടില്ല. ഈ കോളേജുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിക്ക് പോലും അദ്ദേഹം പങ്കെടുക്കുന്ന കാഴ്ച നമ്മളാരും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
വലിയ അസംതൃപ്തിയിലാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ. കാരണം അവരുടെ MP ആയിരുന്നു പോലും അറിയാത്തൊരു സ്ഥിതി വിദ്യാർത്ഥികൾക്കിടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരയിൽ നിന്നാണ് വലിയ പ്രതീക്ഷയായി വി ജോയ് നാളെ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം ഞങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ നടത്തിയിരുന്നു. അത് വോട്ട് ചേർക്കുന്ന പ്രവർത്തനങ്ങളായാലും എല്ലാം തന്നെ ഞങ്ങൾ നടത്തി. കാരണം ഇദ്ദേഹം വിജയിച്ചു വരേണ്ട ആവശ്യകത വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ ഞങ്ങൾക്കുണ്ട്. കാരണം ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാർ BJP സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ തീർത്തുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി അത് ചെറുതല്ല. കാരണം ഈ പറയുന്ന ഡാർവിൻ്റെ സിദ്ധാന്തം ഉൾപ്പെടെ രാവണനാണ് ആദ്യത്തെ പുഷ്പവിമാനം കണ്ടുപിടിച്ചെന്നുൾപ്പെടെ അതിനോടൊപ്പം തന്നെ അങ്ങനെ നമുക്ക് യോജിക്കാൻ കഴിയാത്ത വിദ്യാഭ്യാസ സയൻസിനെ മാറ്റി നിർത്തിക്കൊണ്ട് വേറെ വലിയ മിത്തുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുന്നൊരു സർക്കാർ. അപ്പോൾ അവരിനി ഒരിക്കലൂടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യം ഏത് സ്ഥിതിയിലേക്ക് പോകുമെന്ന് പോലും അറിയാത്തൊരു സ്ഥിതിയുണ്ട്. ക്യാമ്പസുകളെ അടക്കം ജോയ്ഫുള്ളാക്കി ആറ്റിങ്ങൽ LDF സ്ഥാനാർത്ഥി വി ജോയിയുടെ പ്രചാരണം സജീവമാവുകയാണ്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ക്യാമറമാൻ ബിനോജ് P. സോമനോടൊപ്പം സുബിൻ കൃഷ്ണ ഷോപ്പ്, കൈരളി ന്യൂസ്.